ഹലോ ബ്രോ. ഓ പറ ബ്രോ. എന്റെ വണ്ടി ഇതിനകത്ത് കിടക്കുന്ന കേട്ടോ. എനിക്ക് എടുത്തോ. ബൈക്ക് ചോദിക്കാതെ പറയാതെയൊക്കെ എടുത്തോണ്ട് വരിക. അതൊക്കെ തെറ്റല്ലേ? ഫ്യൂല് തീർത്തുകൊണ്ട് വെച്ച് എന്ത് ചെയ്യാനാ? ഞാൻ അടിക്കണം. ഇതാണോ ബ്രോ? ആ അതെ അതെ. ഇത് ആരാ കൊണ്ടുവന്ന ബ്രോ? നമ്മളാരും കൊണ്ടുവന്നല്ല. അല്ല അല്ലാതെ എങ്ങനെ ഇവിടെ വന്നു ബ്രോ? നമ്മളിപ്പോ ഒരു പ്രീവാർ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ബ്രോ. ആണോ? അല്ലല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ആരോ എടുത്തോണ്ട് പോയതാണ്. ഞാൻ കണ്ടില്ല. ഞാൻ അറിയത്തില്ല. കാരണം ഇതിപ്പോ നമ്മള് തൽക്കാലത്തേക്കുള്ള ഒരു മനസ്സിലായി ബ്രോ, മനസ്സിലായി. ഞാൻ വിചാരിച്ചേ ഇത് പറയാതൊക്കെ ഓരോരുത്തന്മാര് വണ്ടി എടുത്തോണ്ട് പോവുക. അപ്പം അല്ല, ഞാൻ ലോക്ക് ആയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മള് ചില സമയത്ത് ഞെക്കുമ്പോ അൺലോക്ക് കാണിക്കുന്നത് സൈഡ് നോക്കിയാ. ഓക്കെ ബ്രോ, ഓക്കെ. വേറെ അങ്ങനെ ജയിച്ചാ? ഇല്ല, പ്രീവാർ കഴിഞ്ഞ് ഇപ്പൊ മീറ്റിംഗ് വിളിച്ചേക്കും. ആ ഓക്കെ ബ്രോ, ഓക്കെ. നന്നായിട്ട് സോറി ബ്രോ. വണ്ടി കേറിട്ട് പോവാൻ പറഞ്ഞു. വണ്ടി കേറിട്ട് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? കേറ്. കാതൽ പിസാസ്, കാതൽ. അതെ ബ്രോ, ഈ വെടി വെച്ച് പൊട്ടിച്ച എന്തിനാ വണ്ടി? ടയർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര് തന്നെ. വെടി വെക്കാതെ പൊട്ടത്തില്ലല്ലോ. ആരാണ് പൊട്ടിച്ചത്? ചോയിര്? അല്ല, അറിയില്ലതല്ല. ചോയിരത് ആരുടെ പൊട്ടിച്ചത്? എന്റെ പേര് SRK. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു ബ്രോ. ആരാ വെടി വെച്ച ടയറില്? അല്ലല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അല്ല ബ്രോ, ഇവിടുന്ന് വണ്ടിയില് വെടി വെച്ചായിരുന്നു. എന്റെ വണ്ടിയിൽ ടയറിലോട്ട് ആരോ വെടി വെച്ചായിരുന്നു. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അത് ആരോ ചോദിച്ചാ വെടി വെച്ച. ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു ബ്രോ. ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തങ്ങോട്ട് പോയത്. അപ്പം മറ്റേ പുള്ളിക്കാരൻ വണ്ടി കയറി അങ്ങോട്ട് വന്നത്. വണ്ടിയിൽ ചാടി പുള്ളി. അപ്പൊ ചാടിയ സമയത്തിന് ഇവിടുന്ന് ഫയർ ചെയ്താരോ. ടയർ പൊട്ടി. അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇതായത്. ആരാണ്? കേട്ടില്ല. പിന്നെ വണ്ടിയിൽ അടിച്ചില്ലേ ബ്രോ? വണ്ടി ഞാൻ ഇവിടുന്ന് മുതുക്കി വരെ പോണ്ടേ. എന്റെ വണ്ടി ടയർ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോകാൻ ഇവിടുന്ന്. ആരെങ്കിലും കൊണ്ടാക്കും ബ്രോ. അപ്പൊ വണ്ടി അടിച്ച് പൊട്ടിക്കാവോ ബ്രോ? എന്റെ വണ്ടി ആരോ ബ്രോയ്ക്ക് എന്ത് വേണ്ട? ഇപ്പൊ വണ്ടിയുടെ ടയർ മാറ്റി. മാറ്റി തരണം ബ്രോ. മാറ്റി തരും. വേണേ പൈസ തരാം, പോയി മാറ്റിട്ട്. ഓക്കെ. അല്ല ബ്രോന്റെ പേരെന്താ? ബ്രോ നിക്ക് ബ്രോന്റെ പേരെന്താ? SRK ബ്രോ. എന്റെ വണ്ടി ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇല്ല, താളമല്ല. കാര്യം സംസാരിക്കാൻ വന്നില്ലേ? പറഞ്ഞിട്ടങ്ങ് പോകും. അല്ലാതെ മര്യാദയ്ക്ക് തന്നെ ബ്രോ പറഞ്ഞ. മര്യാദയ്ക്ക് തന്നെ. ഇവിടെ ആദ്യം നിന്ന ആളുടെ അടുത്ത് ഞാൻ വന്ന് മര്യാദയ്ക്ക് സംസാരിച്ചേ. എന്റെ വണ്ടി ഹോസ്പിറ്റലിൽ ഇരുന്നയാ. ഹോസ്പിറ്റലിൽ എടുത്തുന്ന ആരോ എടുത്തോണ്ട് വന്നു ഇതിനകത്ത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇവിടെ എടുത്തോണ്ട് വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ആരോ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ അറിയത്തില്ല ബ്രോ. അറിയത്തില്ലെന്നാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ ഒരു പുള്ളിക്കാരൻ സംസാരിച്ചു. ഞാൻ എന്റെ അടുത്തൊരു പുള്ളിക്കാരൻ സംസാരിച്ചു. ആ പുള്ളിക്കാരൻ വണ്ടി എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തോണ്ട് പോയ സമയത്ത് എന്റെ വണ്ടിയിൽ ആരോ കയറി. ആ പുള്ളിക്കാരൻ നേരെ വന്നിട്ട് വണ്ടിയിൽ ചാടി ഇറങ്ങി. ആ സമയത്ത് തന്നെ ഇവിടുന്ന് ആരോ ഫയർ ചെയ്ത് എന്റെ ടയർ പൊട്ടിച്ചു. എന്തിനാണ് ഫയർ ചെയ്യാൻ പോണത്? ആരോ ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ചു. 2 ടയറും പൊട്ടിച്ചു ബ്രോ. ഞാൻ മര്യാദക്ക് കേട്ടില്ല. ബ്രോയ്ക്ക് കണ്ടാ മനസ്സിലാത്തില്ല. ബ്രോ ഇത്ര ലോങ് ഞാൻ മുമ്പോട്ടൊക്കെയല്ലോ ബ്രോ ഓടിക്കുന്നത്. അല്ലാതെ തിരിച്ചു നോക്കിയാന്ന് ഓടിക്കുന്നത്. ഇവിടുന്ന് തന്നെ അടിച്ചു ബ്രോ. ഞാൻ പൊട്ടനല്ല. മനസ്സിലാവും ബ്രോ. അതൊക്കെ അറിയാം ബ്രോ.
അതൊക്കെ അറിയാം ബ്രോ. അത് മനസ്സിലാവും ബ്രോ. അത് മനസ്സിലാവും ബ്രോ. അത് മനസ്സിലാവും ബ്രോ. എനിക്ക് മനസ്സിലാവും ബ്രോ. എനിക്ക് മനസ്സിലാവും ബ്രോ. മനസ്സിലാവും ബ്രോ. നിങ്ങൾ എന്റെ പേര് സാർ മര്യാദയ്ക്കാ ബ്രോ സംസാരിക്കുന്നത്. നിങ്ങളാണ് റൈസ് ആവണം, നിങ്ങളാണ് ചൂടാവണം. ഞാൻ ചൂടായിട്ട് സംസാരിക്കുന്നില്ല ബ്രോ. ഞാൻ മര്യാദക്കാണ് സംസാരിക്കണത്. ഞാൻ മര്യാദക്കാണ് സംസാരിക്കണം ബ്രോ. ഞാൻ മര്യാദക്കാണ് സംസാരിക്കണത്. ബ്രോ ഞാൻ എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എനിക്ക് ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ കാണിച്ചത് ഇതിനകത്താ കാണിച്ചത്. ഇത് ഗ്യാങ് ഹൗസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഒരു സെക്കൻഡ് ബ്രോ. ഇത് ഗ്യാങ് ഹൗസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ബ്രോ. ഞാനപ്പോൾ ഇവിടെ വന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഒരു പുള്ളിക്കാരൻ, ഒരു താടി വെച്ച പുള്ളിക്കാരൻ, എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞ സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞ് ആരോ ഇവിടെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും എടുത്തുകൊണ്ട് വന്നതല്ലെന്ന് പറഞ്ഞു. ഓക്കെ, വണ്ടി ഇവിടെ കിടന്നു. ഇവിടെ ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ വണ്ടിയിൽ ആരോ കയറി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ പുള്ളി വണ്ടിയും ചാടി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ഇവിടുന്ന് ആരോ ഫയർ ചെയ്തു. ആരെന്ന് എനിക്ക് അത്ര ലോങ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ച് അത് ഞാൻ ആരെന്നറിയാൻ വേണ്ടി, എന്തിനാ ഫയർ ചെയ്ത് പൊട്ടിച്ചെന്ന് ചോദിക്കാൻ വേണ്ടിയാ വന്നത്. മനസ്സിലായില്ലേ? എന്തിനാണ് അതിന്റെ ആവശ്യം? ഫയർ പൊട്ടിക്കുന്നത് ഇവിടുന്ന് ആരും അങ്ങനെ അടിച്ചു പൊട്ടിച്ചു. എനിക്ക് ഇവിടുന്നാണ് വന്നത്. ഇവിടുന്നാണ് അല്ല. അത് ഞാൻ ഒരു കാര്യം ബ്രോ, അത് അടിച്ച എന്തിനാണ് ചോദിക്കാനോ വന്നത്? നിങ്ങളാണോ? അല്ല. ഓക്കെ, നിങ്ങൾ ശരിയാക്കി തരാന്ന് പറയുന്നു. അല്ല, ആ സമയം തന്നെയാണ് ബ്രോ കണ്ടിന്യൂസ് ഇവിടുന്ന് ഫയർ കേൾക്കുന്നത്. വേറെ ഇവിടുന്ന് ഫയർ കേൾക്കുന്നില്ല. കേട്ടില്ല, എന്താ കേട്ടില്ല ബ്രോ? ഇപ്പൊ പൊട്ടിക്കുന്ന എന്തിനാണ്? വണ്ടി അടിച്ച് വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന എന്റെ വണ്ടിയാണിത്. എടാ, ഹെൽഫെയർ ഗ്യാങ് ഹൗസിലാടാ എന്റെ വണ്ടി അവിടെ ഇരുന്നു. അപ്പൊ അവന്മാരോട് തിരിച്ചെടുത്തോണ്ട് വന്നെടുത്ത് വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ അവന്മാര് സംസാരിച്ചോണ്ടിരിക്കുക. റേഡിയോ ഒക്കെ എടുത്ത കേട്ടോ, റേഡിയോ ഒക്കെ എടുത്ത ഓളൊന്നും കൊടുക്കാൻ ബ്രോ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ തന്നെ ഞാൻ സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി തന്നെയാ. അല്ല, കൈ പൊക്കാൻ പറഞ്ഞോണ്ടാ കൈ പൊക്കിയത് ബ്രോ. ബ്രോ ഇപ്പൊ ഇത് അടിച്ചു പൊട്ടിക്കേണ്ട ആവശ്യം ചുമ്മാ രസം ബ്രോ. ഇല്ല, ഗ്യാങ് ഹൗസ് ആണെന്നുണ്ടല്ലോ അറിയണ്ടേ ബ്രോ. അതാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യം വന്ന സമയത്താണ് പറഞ്ഞത്. അപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയതാണ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇവിടുന്ന് ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ച്. ഓക്കെ ബ്രോയ്ക്ക് ഇത്ര ഉറപ്പെന്താ ബ്രോ? ബ്രോ ഇവിടുന്ന് തന്നെയാണ് കണ്ടിന്യൂസ് ഫയർ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്ന് തന്നെയാണ്. ആരുമില്ല, ആരും അടിക്കാൻ ആരുമില്ല. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് പിന്നെന്തോ അങ്ങ് ടയർ ഇങ്ങനെ പൊട്ടി ബ്രോ. അത് വരെ ബ്രോ ഇരിക്കുന്ന വരെ ടയർ പൊട്ടാതെ ബ്രോ ഇറങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെ പൊട്ടി ബ്രോ? എങ്ങനെ പൊട്ടി? എന്താ കേട്ടില്ല? കാറ്റടിച്ച പൊട്ടിയായിരിക്കും. എന്താ ബ്രോ? കേട്ടില്ല. എന്താ ബ്രോ? കേട്ടില്ല. ആരെന്തോ പറഞ്ഞായിരുന്നല്ലോ. മര്യാദക്ക് പറഞ്ഞാൽ അങ്ങനെ കേൾക്കും കേട്ടോ. അല്ലാതെ ഫോൺ ബ്രോ അടിക്കണേ എന്തിനാണ് ബ്രോ? അതിനെ അടിക്കണേ എന്തിനാണ് ബ്രോ? അടിക്കണേ എന്തിനാണ് ബ്രോ? താളം അടിക്കല. കാര്യം പറയണേ ബ്രോ. പിന്നെന്തിനാണ് അടിക്കണത്? ദേഹത്ത് അടിക്കണേ എന്തിനാണ്? ഞാൻ അതെങ്ങനെയാ ചത്തതവേ? ഇവന്റെ മോന്ത കണ്ടാലേ അറിയോ പൊട്ടനാ. ഞാൻ വണ്ടി പുറകെ തിരിഞ്ഞു നോക്കിയപ്പോ വണ്ടി ആരെങ്കിലും തിരിഞ്ഞു ഓടിക്കുവാന്ന്. അടി ഇവിടുന്ന് അടി വന്ന് കണ്ടെന്ന്. മഴയൊക്കെ വന്നോളും കുറെ പൊട്ടനൊക്കെ വന്നു. ആദ്യം ഇച്ചിരി മുഖത്ത് ഇച്ചിരി നല്ല ആ പൊട്ടനാണ് ഇവൻ. ഹലോ, അടിക്കാനും പറഞ്ഞില്ല ബ്രോ, അടിക്കാനും പറഞ്ഞില്ല.
എല്ലാവരും ഈ ഭാഗത്തുനിന്ന് ലീവ് ചെയ്തോ. ഗുഡ് ടൈം പ്ലീസ്. അയ്യോ എന്റെ പേര് ഹന്ന പിള്ളൻ. ഓക്കെ വേണ്ട. അല്ല ബ്രോ ലീവ് ചെയ്തോ. ആ ബ്രോ ഓക്കെ മേഡം ഒരു ലിഫ്റ്റ് തരുമോ മേഡം മുതുകിലോട്ട്? ഓക്കെ ഓക്കെ ടൈം കൊട് മുതുക്കിലാക്കി മേഡം മുതുക്കിലാക്കി മതി മേഡം. ടൈം കൊട്. ഒന്നുമില്ല, ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ആളെ കിട്ടി സാർക്ക് കേട്ടൂടെ ഒന്നും കേൾക്കുന്നില്ല? ഹലോ ഹലോ. ആ പറഞ്ഞോ. എടാ എനിക്ക് ശരിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എന്റെ വണ്ടിയായിട്ട് ഇവിടുന്ന് വന്നതാണ്. ഞാൻ SFന്റെ ഗ്യാങ് ഹൗസിൽ നിന്നാണ് ഇപ്പൊ ഞാൻ വന്നത്. പിന്നെ ലിഫ്റ്റ് അടിച്ച് വന്നതാണ് ഇവരുടെ കൂടെ. നീ എന്താ SF ആയിട്ട് എന്തോ എന്തായിരുന്നു മറ്റേ നിന്നെ കത്തിച്ചാ കത്തിയ പാടുമല്ലോ. പിന്നെന്താ നിനക്ക് ഓർമ്മക്കുറവ്? ഓക്കെ 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 ഓക്കെ. ആ എന്താ പറ്റിയ? അല്ലടാ എന്റെ വണ്ടി ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിരുന്നായിരുന്നടാ. ആ ടൈമിൽ ഇതേപോലെ വണ്ടി അവിടെ നോക്കാൻ നേരത്ത് അവിടെ ഇല്ല വണ്ടി. അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്ന സമയത്ത് വണ്ടി ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. നമ്മുടെ ഗ്യാങ് ഹൗസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല ആദ്യം. HFന്റെ ഗ്യാങ് ഹൗസിൽ. അപ്പൊ അവിടെ ചെന്ന് വണ്ടി എടുക്കാൻ ചെന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നേ. അവിടെ ചെന്നപ്പം ഒരു പുള്ളിക്കാരൻ പറഞ്ഞ് അകത്തിരി എടുത്തോണ്ട് പോയി. ഇവിടെ ആര് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ എടുത്തോണ്ട് വെളിയിലോട്ട് വന്ന സമയത്ത് അവിടെ നിന്ന് HFന്റെ ഒരുത്തൻ എന്റെ വണ്ടി കയറി പുറകെ ഇരുന്നിട്ട് ഞാൻ അവനെയും കൊണ്ട് ഞാൻ റോഡിലോട്ട് പോരുന്ന സമയത്ത് അവൻ വണ്ടിയും ചാടിയും ഇറങ്ങുകയും ചെയ്ത് പുറകിൽ നിന്ന് ഫയർ ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പം ടയർ പൊട്ടി. എന്റെ ടയർ രണ്ടും പൊട്ടി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് പുറകിൽ നിന്ന് അവരുടെ ഗ്യാങ് ഹൗസിൽ നിന്ന് വെളിയിലോട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു വെളിയിലോട്ട്. അപ്പൊ ഞാൻ നേരെ ഇത് അറിയണമല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ ആ പുള്ളിയുടെ ചോദിച്ച് എന്നിട്ട് അകത്ത് നിന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവിടുന്ന് ആരും അല്ല ഫയർ ചെയ്ത് എന്നവർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എന്താ വണ്ടിയുടെ ടയറിൽ പോയത് ശരിയാക്കി തരാന്ന് പറഞ്ഞു. എത്രാന്ന്. അപ്പൊ അതിനിടയ്ക്ക് ഒരുത്തം വന്ന് കൊണച്ചോണ്ട് വന്ന് പറഞ്ഞ് ഇത് ഗ്യാങ് ഹൗസ് ആണെന്ന് അറിഞ്ഞൂടെ, ഇതിനകത്ത് എന്തിനാ വന്ന് ആ ഒരു രീതിയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടായിരുന്നു, വണ്ടി ഇതാരാ പൊട്ടിച്ചെന്ന് അറിയത് ചോദിക്കാൻ വേണ്ടി മാത്രം വന്ന് ഇവിടുന്ന് ഫയർ വന്നത്. അപ്പൊ പറഞ്ഞു അവിടുന്ന് ആരും ഫയർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ലൂപ്പായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ബ്രോ ഇവിടുന്നാണ് കണ്ടിന്യൂസ് ഫയർ വന്ന്. അപ്പം ഒരുത്തൻ എൻ്റെ അടുത്ത് കൊണച്ചോണ്ട് വരുന്നത് നീ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് വിട്ട് അപ്പൊ വേറൊരു പുള്ളിക്കാരൻ എന്നെ പിടിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് സംസാരിച്ച് എന്ത് കാര്യം ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടെ വീണ്ടും സംസാരമായി. അവന്മാർ പിന്നെ കുറച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ കാര്യം അറിയാൻ വേണ്ടി വന്നേ. പിന്നെ ഒരുത്തൻ ഗണ്ണ് എയിം ചെയ്തിട്ട് കൈ വെക്കാൻ പറഞ്ഞിട്ട് ഇതേപോലെ പറഞ്ഞ് ഇത് ഗ്യാങ് ഹൗസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാൻ വന്നേ, പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന രീതിയിൽ പറഞ്ഞിട്ട് എന്തിനാ അത് ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് വീണ്ടും അവന്മാർ പറഞ്ഞ് അവന്മാർ ചെയ്തിട്ടില്ലെന്ന്. മനസ്സിലായില്ലേ? അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പം വേറൊരുത്തൻ ഞാൻ ആ രീതിയിൽ സംസാരിച്ച് വന്നപ്പോൾ ഇവന്മാർ എന്തോ ചൂപ്പനാന്ന് അങ്ങനത്തെ എന്തോ രീതിയിൽ സംസാരിച്ചതാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ ബ്രോ അങ്ങനെ സംസാരിക്കുന്നു ചോദിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ച് ആ പുള്ളി എടുത്ത് പോയി. അപ്പൊ പറഞ്ഞ് സംസാരിച്ചാൽ മതി, കൊണ അടിക്കേണ്ടെന്ന് ഞാൻ രീതിയിൽ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒരുത്തൻ എൻ്റെ ദേഹത്ത് വെടിവെച്ചു. ഞാൻ എന്താ വെടിവെച്ചതെന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്മാരനെ അടിച്ചു. ഇതാണ് സംഭവം. എന്തൊക്കെയാണ് വന്ന് കയറുന്നത് ഓരോ പള്ളികൾ. ഞാൻ ഒന്ന് പുറത്തൊന്ന് ഇതറാ